22-ാം തീയതി എല്ലാവരും രാവിലെ 6 മണി മുതൽക്ക് ഉണ്ടാവും. യാഗം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം നടത്തുന്ന ഒരു പ്രക്രിയയാണ്. എല്ലാവർക്കും യാഗത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. പൈസ ഉണ്ടായത് യാഗത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. പവർ ഉണ്ടായത് യാഗത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇതിന് യോഗ, ഭാഗ്യം, മുജ്ജന്മ സുഹൃതമുള്ളവർക്ക് മാത്രമേ യാഗത്തിൽ പങ്കെടുക്കാൻ പറ്റൂ. എന്തിനാണ് യാഗത്തിൽ പങ്കെടുക്കുന്നത്? സുഖമായി ജീവിക്കാൻ, സുഖമായി ജീവിക്കാൻ. ഇന്ന് നമുക്ക് സുഖമില്ല, തൊഴിലമില്ല, മനസ്സ് ശരിയല്ല, മക്കളുടെ ഭാവി ശരിയല്ല. ഇതെല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് യാഗത്തിൽ സമർപ്പിക്കുന്നത്. അഗ്നിയെ സ്വാഹ, അഗ്നിയെ ഇതം നമമ. ഇത് അഗ്നിദേവന്റെയാണ്, ഇത് ഇന്റേതൊന്നുമല്ല. എനിക്കുമായിട്ട് ഇവിടെ ഒന്നുമില്ല, 6 അടി മണ്ണ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നമ്മുടെ അല്ല എന്നുള്ള ബോധ്യം ഉണ്ടാവുക. അതിനാണ് യാഗങ്ങൾ നടത്തുന്നത്. വായവേ സ്വാഹ, വായവേ ഇതം നമമ. ഇത് വായുദേവന്റെയാണ്, ഇത് എന്റെ അല്ല. നിങ്ങൾ വായു ശ്വസിക്കുന്നില്ലേ? ഇത് എവിടെ നിർത്താൻ ശ്വസിക്കുന്നത്? വായുദേവന്റെ അല്ലേ? അപ്പൊ ഇതൊന്നും എന്റേതല്ല, ഇതെല്ലാം പ്രപഞ്ചത്തിന്റെയാണ് എന്ന സംസ്കാരത്തോടു കൂടി നമ്മൾ സകല ദ്രവ്യങ്ങളും ഹവിസ്സുകളും സകലതും നമ്മുടെ എല്ലാതും സ്വയം സങ്കല്പത്തോടു കൂടി നിങ്ങൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ യാഗകുണ്ടത്തിലിടാനുള്ള സൗകര്യം നമ്മുടെ യാഗത്തിലുണ്ട്. നമ്മുടെ യാഗത്തിൽ മാത്രമേ അങ്ങനെയുള്ളൂ. മറ്റുള്ളവർക്ക് വേലി കെട്ടി തിരിക്കും, നിങ്ങളെ മാറ്റി നിർത്തും, നിങ്ങൾക്ക് അവിടേക്ക് പ്രവേശനമില്ല, പുക പൊങ്ങണിങ്ങനെ കാണാം. ഇവിടെ നമ്മുടെ യാഗം അങ്ങനെയല്ല. നമ്മുടെ യാഗം നിങ്ങൾ ഓരോരുത്തരും സ്വന്തം കൈകൊണ്ട് ഹോമകുണ്ടത്തിലേക്ക് ഹവിസ് സമർപ്പിക്കാനും, അതുപോലെ സ്വന്തം കൈകൊണ്ട് നിങ്ങൾക്ക് ശിവലിംഗത്തിൽ ധാരപാരാനും. ഇപ്പൊ നിങ്ങൾക്ക് ഈ അമ്പലത്തിനുള്ളിൽ കയറി ശിവലിംഗത്തിൽ ധാരപാരാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെ നിങ്ങൾക്ക് യാഗത്തിൽ വന്ന സ്വന്തം കൈകൊണ്ട് നിങ്ങൾക്ക് ധാരപാരാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ സ്വന്തം കൈകൊണ്ട് നിങ്ങൾക്ക് ധന്വന്തിരി മൂർത്തിയെ അഭിഷേകം ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ സമർപ്പണം ചെയ്ത് നിങ്ങൾക്ക് പ്രസാദം വാങ്ങി പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അതിനെ എല്ലാവരും ധന മറന്നുകൊണ്ടുവരണം. കുട്ടികളെ എല്ലാവരും കൊണ്ടുവരണം. വെയ്യാത്ത ആൾക്കാർ മുഴുവൻ കൊണ്ടുവരണം. കാരണം വെയ്യാത്തവന് മന്ത്രം കേട്ട് കഴിഞ്ഞാൽ, ഇവിടെ 2011 ഞാൻ പറഞ്ഞില്ലേ, ഒമാൻ രാജാവിനെ അസുഖം വന്ന് മരിക്കുമെന്നുള്ള ഘട്ടമാക്കിയപ്പോൾ അവിടെ ഒമാനിൽ പോയിട്ടാണ് ആദ്യത്തെ ധന്വന്തിരി യാഗം ചെയ്യുന്നത്. അയാൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ മെഡിക്കൽ സയൻസ് മുഴുവൻ മരിക്കുമെന്ന് എഴുതി തള്ളിയ കേസ് ധന്വന്തിരി യാഗം കൊണ്ട്, അതിന്റെ പവർ കൊണ്ട് അയാൾക്ക് ഇന്നും ജീവിച്ചിരിക്കുന്ന തെളിവാണെന്ന് 2011 മുതൽ. പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് ആസ്പത്രിയിൽ രാവിലെ 6 മണിക്ക് പോയി ക്യൂ നിന്ന് 4 മണി വരെ വെയിറ്റ് ചെയ്ത് മരുന്ന് വാങ്ങി 1000-2000 രൂപ മരുന്ന് കെട്ടുവാങ്ങി യൂണിയൻകാരി കൊടുത്ത് വീട്ടിൽ കൊണ്ടുവരാൻ തയ്യാറാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ വന്നു നോക്കൂ. നിങ്ങൾ 22-ാം തീയതി രാവിലെ 6 മണിക്ക് വന്ന് വൈകിട്ട് 6 മണി വരെ നമ്മുടെ യാഗത്തിൽ പങ്കെടുത്തുകൊണ്ട് അവിടെ ആരതി, നമസ്കാരം, ദക്ഷിണ സമർപ്പണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കുള്ള മാറ്റം അടുത്ത വർഷം ഈ ദിവസം വരുമ്പോഴേക്കും നിങ്ങൾക്കുള്ള മാറ്റം കറക്റ്റായിട്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച് ഹോമകുണ്ടത്തെ സമർപ്പിച്ചത്, കല്യാണം കഴിയാത്തവരെ കല്യാണം കഴിഞ്ഞിരിക്കും, വീടില്ലാത്തവർ വീടുണ്ടായിരിക്കും, അസുഖത്തിന്റെ പ്രശ്നമൊക്കെ അസുഖം മാറിയിരിക്കും. ഇത് ഗ്യാരണ്ടിയാണ്. ഇപ്പൊ ഞങ്ങളെ പറയാ, നിങ്ങളിതൊക്കെ എങ്ങനെ ഇപ്പൊ മാറതൊക്കെ മാറും ഒന്ന് ഒരുക്കി കൂട്ടിട്ട് കാര്യമില്ല. അത് 100% വിശ്വാസം വേണം. ആ വിശ്വാസത്തോടു കൂടി ഞങ്ങൾ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് വരും. ഇല്ലേ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് എല്ലാവർക്കും ധന്വന്തിരി ഭഗവാന്റെയും അതുപോലെ പരന്തൂര് വൈദ്യനാഥ ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.